ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. അവനാണ് ചെയ്തതെന്ന് പറഞ്ഞു. എന്തായിരുന്നു അപ്പോഴത്തെ ഒരു പ്രതികരണം? അവനങ്ങനെ ചെയ്യൂല എന്നാണ് പറയുന്നത്. ഒരു പാറ്റയെ പോലും കണ്ടാ പേടിയാവുന്നവങ്ങനെ ഇതൊക്കെ ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. നമസ്കാരം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഈ അഫാന്റെ പിതാവ് പല മാധ്യമങ്ങൾക്കും ഇന്റർവ്യൂ കൊടുക്കുന്നത് കണ്ടു. അദ്ദേഹം ആ കൂട്ടത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. തന്റെ മകനെ താൻ കാണാൻ ആഗ്രഹിക്കുന്നതേയില്ല, അവനെ കാണണമെന്ന ഒരു ചിന്തയെ തനിക്കില്ല. കാരണം തനിക്ക് നഷ്ടപ്പെട്ടത് തന്റെ മാതാവിനെയും തന്റെ അടുത്ത ബന്ധങ്ങളെയും ഒക്കെയാണ്. തന്റെ ഇളയ മകൻ, അവനെ പോലെ ഞാൻ സ്നേഹിച്ച് വളർത്തിയ അവന്റെ അനുജനെ അവൻ കൊന്നവനാണ്. അതുകൊണ്ട് അവനെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മകനാണെങ്കിലും അവൻ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെ തീർത്തു പറയുന്ന ആ പിതാവിനെ കണ്ടു. അവനെ കാണാനോ അങ്ങനെ എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പോൾ എന്നെ കാണണമെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. എനിക്ക് നഷ്ടപ്പെട്ട ഒരുപാടുണ്ട്. അവനെ പോലെ ഒരു മോനെ, ഈ ചെറുവന് ഭയങ്കര സ്നേഹമുള്ള മോനായിരുന്നു. അദ്ദേഹത്തിന്റെ അറിവിൽ 10 ലക്ഷത്തിനകത്ത് മാത്രമേ അവർക്ക് കടമുള്ളൂ. ബാക്കി അത്രയും 10-60 ലക്ഷത്തോളം രൂപ അയാൾ അറിയാതെയുള്ള കടമാണ്. അത് കൂടാതെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഇയാളുടെ ഭാര്യ ഇതുവരെയും ഇത്രയും ദിവസങ്ങളായിട്ടും കട്ടിലിൽ നിന്ന് താഴെ വീണ് പരിക്കേറ്റതാണെന്നാണ് ഈ ഭർത്താവിനോടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ മകനെ രക്ഷപ്പെടുത്താനാണോ എന്തിനു വേണ്ടിയാണെന്നറിയില്ല ആ സ്ത്രീ ഇപ്പോഴും പറയുകയാണ്, എൻ്റെ മകൻ ഒരു പാറ്റയെ പോലും കണ്ടാൽ പേടിയാണ്, ഒരു പാറ്റയെ പോലും ഉപദ്രവിക്കാത്തവനാണ്, അവൻ അത്രയും ഭയമാണ്, അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ്. അത് ഞാൻ പല പ്രാവശ്യം ചോദിച്ചു, പറഞ്ഞു കട്ടിലിന് താഴെ മറിഞ്ഞു വീണെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും ഇന്നും അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സ്ത്രീയെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയാൽ എവിടെ കൊണ്ടുപോകും? കൊണ്ടുപോകാൻ ഒരിടമില്ലാതെ വിഷമിച്ച മനുഷ്യനാണ് അദ്ദേഹം ഇനി ഗൾഫിലേക്ക് പോകുന്നുണ്ട് എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞത്, എനിക്കിനി കുടുംബമില്ല, എനിക്ക് മക്കളൊന്നുമില്ല, ആരെ സംരക്ഷിക്കാനാണ് ഞാൻ ഇനി ഗൾഫിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ അഫാനെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത്രയും ഗൗരവത്തിൽ കാര്യമായിട്ട് ചോദ്യം ചെയ്യേണ്ടതുപോലെ ഈ മാതാവിനെയും ചോദ്യം ചെയ്തേ പറ്റുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഈ കടം സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ച് പറഞ്ഞു പോവുകയാണ്, ഈ സ്ത്രീ മരണപ്പെട്ടിരുന്നെങ്കിൽ ഈ പിതാവിന്റെ ജീവിതം ഇത്രത്തോളം ദുരിതപൂർണ്ണമാകുകയില്ലായിരുന്നു. ഒരുപക്ഷെ ഇയാൾക്ക് ഗൾഫിൽ പോയി ബാക്കിയുള്ള കാലം അവിടെ ജീവിച്ചോ, എങ്ങനെങ്കിലും മറ്റുള്ളവരെങ്കിലും സഹായിച്ചേനെ. പക്ഷെ ഈ ഭാര്യയും അല്ലെങ്കിൽ ഈ മകനുമായൊന്നും പൂർണ്ണമായും തനിക്കിനി ഒരു ബന്ധവും ഇല്ല എന്ന് ഇദ്ദേഹം പറയാൻ തയ്യാറായാൽ അത് മനസ്സിലാക്കി ആരെങ്കിലും കഴിയുന്ന ആളുകളെല്ലാം അദ്ദേഹത്തിനെ സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരാൾക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. കടങ്ങളൊക്കെ ഇപ്പോഴും ബാക്കിയാണ്. അതും എങ്ങനെ വന്നു എന്ന് തനിക്ക് അറിയാത്ത കടങ്ങൾ വീടേണ്ടി വരുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ഇവർക്ക് കടം കൊടുത്ത ആളുകൾ നിരന്തരം ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇതിന്റെ മറുവശമുണ്ട്. നമ്മൾ ഒരാളുടെ അടുത്ത് നിന്നും കടം വാങ്ങുമ്പോൾ അവർ നമുക്ക് നല്ലവരായിരിക്കും. അവരുടെ ഒരു ജീവിതകാലത്തെ ഒരു സമ്പാദ്യമൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ആവശ്യ സമയത്ത് അവർ തന്ന് നമ്മളെ സഹായിക്കുന്നത്. വലിയ വലിയ തുകയാണെങ്കിൽ പ്രത്യേകിച്ചും. പിന്നെ അവരത് തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നതിൽ ഒരു യുക്തിക്കുറവുണ്ട്. നമ്മൾക്ക് തിരിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ട് എന്ന് കണ്ടാൽ മാത്രമേ നമ്മൾ കടം വാങ്ങിക്കാവൂ. അത് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു. അപ്പോൾ കടം തന്നവരെ അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി കാര്യം കണ്ടതിന് ശേഷം അവർ നിരന്തരം ശല്യപ്പെടുത്തി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് ഞാൻ പറയുകയാണ്. ഈ അഫാന്റെ പിതാവ് വളരെ നല്ലൊരു മനുഷ്യനാണെന്ന് അദ്ദേഹത്തിന്റെ ഈ കുറഞ്ഞ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുകയാണ്. ഈ അഫാന്റെ കാമുകിയായിട്ടുള്ള ഫർസാനയുടെ മരണത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറുന്നുണ്ട്. തനിക്കിത് അറിയാമായിരുന്നു, തന്നോട് ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ഫർസാനയുടെ ഒരു ഫോട്ടോ പോലും താൻ കണ്ടിരുന്നില്ല, ഇവൻ കാണിച്ചു തന്നിരുന്നില്ല. പക്ഷെ നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഒരു 27 വയസ്സൊക്കെ നിനക്കാകട്ടെ, നിനക്കൊരു ജോലിയും കൂലിയും ഒക്കെ ആവുമ്പോൾ അത് നടത്തി തരാമെന്ന് തന്നെയാണ് താൻ പറഞ്ഞിരുന്നത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഫർസാനയുടെ വീട്ടുകാരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും, തന്റെ മകനാണ് അവളെ കൊലപ്പെടുത്തിയത്, അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്ന ഒരു ബുദ്ധിമുട്ടിലാണ് അവരെ കാണാൻ ആ വീട്ടിലേക്ക് അദ്ദേഹം കയറി ചെല്ലാത്തതെന്ന് പറയുന്നു. ബന്ധുക്കളെല്ലാം ഒന്നാകെ കൈവിട്ടിരിക്കുകയാണ്. ഈ ആശുപത്രിയിൽ നിന്ന് ഭാര്യയെ കൊണ്ടുപോകാൻ ഏതെങ്കിലും ഒരു ബന്ധുവീട്ടിൽ പോലും കൊണ്ടുപോകാനില്ലാത്തൊരവസ്ഥ. കാരണം ഇദ്ദേഹത്തിന്റെ മാതാവിനെയും സഹോദരന്റെ ഭാര്യയും അടക്കം അടുത്ത ബന്ധുക്കളെയൊക്കെയാണ് ഒരു കാരണവുമില്ലാതെ നിഷ്ഠൂരമായിട്ട് ആ മഹാക്രൂരൻ അവൻ കൊലപ്പെടുത്തി കളഞ്ഞത്. അപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് അദ്ദേഹം, സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുക. 1 രൂപ പോലും കയ്യിലില്ലാതെ നാട്ടിൽ വന്നു. അപ്പൊ ഈ നാട്ടിൽ ഒരു 10 ലക്ഷം രൂപയുടെ അകത്ത് കടമുണ്ട്, വിദേശത്തും ഒരു 10 ലക്ഷം രൂപ കടമുണ്ട്. അപ്പൊ അദ്ദേഹം മനസ്സിൽ വിചാരിച്ചത് വീടും സ്ഥലവും ഒക്കെ ഉണ്ടല്ലോ, അത് വിറ്റിട്ടാണെങ്കിലും കടം തീർക്കാം എന്ന് കരുതിയാണ് അദ്ദേഹം ഇരുന്നത്. പക്ഷെ ഈ മരണത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു ഷോക്കും വലിയൊരു പ്രതിസന്ധി ആയിരിക്കുകയാണ് ഇപ്പൊ നിലനിൽക്കുന്ന ഒരു വലിയ തുകയുടെ കടം. പക്ഷെ എനിക്ക് വീണ്ടും പ്രധാനമായിട്ടും പറയാനുള്ളത്, ഈ മാതാവ് എന്ന് പറയുന്ന ഇവന്റെ ഉമ്മ എന്ന് പറയുന്ന സ്ത്രീയെ വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്യണം. അവരാണ് ഇത്രയും ഇവന്റെ ജീവിതവും ഈ സംഭവം ഇത്രയും വഷളാക്കിയതും ഇത്രയും പേർ മരണപ്പെട്ടെന്ന് പറഞ്ഞിട്ടും ഇദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണിത്. എല്ലാവരെയും കൊന്നത് ഇവനാണ്, ഇവൻ കാരണമാണ് ഇത് സംഭവിച്ചതെന്ന് വരെ ഇദ്ദേഹം പറഞ്ഞിട്ടും അവരത് സമ്മതിച്ചു കൊടുക്കുന്നില്ല.
എന്നിട്ട് ഇതുവരെയും തന്റെ മകനാണ് ഗുരുതരമായിട്ടുള്ള പരിക്കേൽപ്പിച്ചതെന്ന് ഭർത്താവിനോടും അവർ പറയാൻ തയ്യാറാകുന്നില്ല. അതിനർത്ഥം ഇവർ എന്തോ കാര്യമായിട്ട് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവൻ ഇത് ചെയ്തത് ഇവരുടെ ഒരു പിൻബലത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഇത്രയും കടം വരുത്തി വെച്ചത് ഇവർ തന്നെ ആയിരിക്കാം. ഈ കടക്കാര് വീട്ടിൽ വന്ന് ചോദിക്കുമ്പോഴുള്ള ശല്യം സഹിക്കാൻ വയ്യാതെ ആയിരിക്കാം ഇവൻ ലഹരിയുടെ ഉപയോഗത്തിലേക്ക് പോയതും, പിന്നെ ആരോടെങ്കിലും ഒക്കെ ചോദിക്കുമ്പോൾ തരാത്തവരെ എല്ലാം അങ്ങ് കൊന്നുകളയാന്നുള്ള ചിന്തയൊക്കെ ഇവനിലേക്ക് കയറുന്നതും. അല്ല, ഇവര് ഒരു മാതാവല്ലേ, ഇവരുടെ കൊച്ചു മകനെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ഇവൻ ഇല്ലാതാക്കിയിട്ടും ആ ഒരു കാര്യം ഓർത്തുപോലും ഇവർക്ക് അവനോടൊരു സഹതാപമില്ലായ്മ തോന്നുന്നില്ലല്ലോ എന്നാണ്. എന്നിട്ടും വീണ്ടും അവനെ മടിയിൽ വെച്ച് ഓമനിക്കാനാണ് ആ തള്ള ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നമുക്കൊരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ ഇതൊക്കെ ആദ്യം തൊട്ട് ഈ സംഭവത്തിന്റെ അപ്ഡേഷനുകളെല്ലാം കൃത്യമായിട്ട് അറിയുന്ന ആൾ, കണ്ടുകൊണ്ടിരിക്കുന്ന ആളെന്ന രീതിയിലൊക്കെ വളരെയധികം നമുക്ക് ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് ഈ വാർത്തകൾ കേൾക്കുമ്പോൾ. പക്ഷേ ഇദ്ദേഹത്തിന്റെ പല ബന്ധുക്കളും ഇദ്ദേഹത്തിനെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോഴും ഭാര്യയെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അവരെങ്ങനെ സ്വീകരിക്കും? കാരണം ഇപ്പോഴും മകനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത, ഒരിക്കലും ചെയ്തുകൂടാത്ത ഒരു വലിയ ക്രൂരത ഇവൻ ചെയ്തിട്ടും അവനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ സ്വന്തം പിതാവല്ലേ ഇപ്പോൾ സംസാരിക്കുന്നത്. അയാൾ പറഞ്ഞതല്ലേ കൃത്യം. അയാൾ പറഞ്ഞല്ലോ എന്റെ മകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ തെറ്റ് ചെയ്തു, അവന് ശിക്ഷ വേണമെന്ന് പറയുന്നു. അതായിരിക്കണം ഓരോ മാതാപിതാക്കന്മാരും ചെയ്യേണ്ടത്. ഇത്രയുമായിട്ടും അവർ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണമുണ്ടെന്ന് മാത്രം വേണം നമ്മൾ കരുതാൻ. പിന്നെ ഒരുപാട് പേർ പറയുന്നുണ്ട് മാധ്യമങ്ങൾ ഇദ്ദേഹത്തെ ഇനി കുത്തി ചോദിക്കരുത്. പക്ഷെ കണ്ടിടത്തോളം ഇന്റർവ്യൂകളെല്ലാം മാധ്യമപ്രവർത്തകർക്ക് എന്ത് പറ്റിയോ അവർ വളരെ കൃത്യമായിട്ട്, വളരെ ശാന്തമായിട്ടൊക്കെയാണ്, അദ്ദേഹത്തിനെ നോവിക്കാത്ത രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിനും പലതും പൊതുസമൂഹത്തോടും അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരോടും എല്ലാവരോടും പറയാനുണ്ടായിരിക്കും. ആരോടും പറയാനില്ലാത്ത, ഒരു ആശ്രയത്വമില്ലാത്ത രീതിയിൽ അദ്ദേഹവും നിൽക്കുകയാണ്. അപ്പോൾ ഒരു സമൂഹം തന്റെ കൂടെ ഉണ്ട്, തന്നെ കേൾക്കാൻ ആളുണ്ട് എന്ന തോന്നൽ തന്നെ അദ്ദേഹത്തിൽ ഒരു പക്ഷേ വലിയ ആശ്വാസം ഉണ്ടാക്കിയേക്കും. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, സഹായിക്കാൻ മനസ്സുള്ളവരെല്ലാം ആ പിതാവിനെ സഹായിക്കുക. പക്ഷെ ഇവനുമായിട്ട് യാതൊരു ബന്ധം, ഇവനും ഇവന്റെ മാതാവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന രീതിയിൽ വന്നാൽ, എല്ലാവരും സഹായിക്കാൻ തയ്യാറായാൽ അദ്ദേഹം കുറച്ചുനാൾ കൂടി മുന്നോട്ട് ജീവിക്കും. ഒരുപാട് രോഗാവസ്ഥകളൊക്കെയുള്ള മനുഷ്യനാണ്, ഒരുപാട് മാനസിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ആളാണ്. എല്ലാവരും ഒറ്റപ്പെടുത്താതെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കണം. അദ്ദേഹം വളരെ നല്ലവനാണെന്ന് ആ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നു.